സിയോൺ ക്ലാസിക്സ് ടി.വി. ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടി.വിയിലേക്ക് സ്വാഗതം. സഭാ ചരിത്രം പഠിക്കുവാൻ ആഹ്വാനവുമായി ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ സിറ്റി. പൗരോഹിത്യ പരിശീലന രംഗത്തും അജപാലന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പരിശീലന രംഗത്തും സഭാചരിത്ര പഠനം ഗൗരവമായി എടുക്കേണ്ടത് പ്രധാനപ്പെട്ടതാണെന്ന് ഫ്രാൻസിസ് പാപ്പ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ കാഴ്ചവെപ്പ് തിരുനാൾ ദിനമായ നവംബർ 21 നൽകിയ തുറന്ന കത്തിലൂടെയാണ് പാപ്പ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ ഉള്ള ഉപരിപ്ലവമായ പഠനം മാത്രം പോരെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പൗരോഹിത്യ പരിശീലന രംഗത്ത് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളുടെ സഭാചരിത്രം പഠിപ്പിക്കുന്നുണ്ടെന്നത് ശരിയാണെങ്കിലും സഭയുടെ മാനവികതയുടെ ചരിത്രപരമായ വശം ഈ രംഗത്തുള്ളവർ കൂടുതൽ വ്യക്തമായി അറിഞ്ഞിരിക്കണമെന്ന് പാപ്പ ഉത്ബോധിപ്പിച്ചു. മുൻ തലമുറകളുമായി ബന്ധപ്പെടാതെ നാളുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് വ്യക്തികളുടെ മാത്രമല്ല, സമൂഹങ്ങളുടെ കാര്യത്തിലും ബാധകമാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളെ അവഗണിച്ചും തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ചുമുള്ള ചരിത്ര പഠനത്തിലെ തെറ്റ് പാപ്പ പ്രത്യേകം ചൂണ്ടിക്കാട്ടി. വ്യക്തിപരമായ ഓർമ്മകളും ചരിത്രത്തെക്കുറിച്ചുള്ള സ്വാർത്ഥപരമായ അറിവും മാത്രം സ്വന്തമാക്കിയാൽ പോരെന്നും സഭയെക്കുറിച്ചുള്ള മാലാഖ സങ്കല്പം ഉപേക്ഷിച്ച് അതിന്റെ കറകളും ചുളിവുകളും ആശ്ലേഷിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. സഭയുടെ നൈർമല്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ആദർശപരമായ ഒരു കാഴ്ചപ്പാടിനേക്കാൾ ഉപരി ഒരു അമ്മയെന്ന നിലയിൽ സഭയെ കാണാനും അവൾ ആയിരിക്കുന്നത് പോലെ കുറവുകളോടെ അവളെ സ്നേഹിക്കാനും സാധിക്കണം. അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ ചിന്താതലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സഭയെയാകും നാം സ്നേഹിക്കുക. വയോധികരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ ചരിത്രത്തെ മറക്കാൻ പഠിപ്പിക്കുന്നവരെ കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.